ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് ലോകത്തെ അറിയിക്കാൻ പുതിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ. ഖമേനി മതപരമായ ക്ലാസുകൾ എടുക്കുന്ന വീഡിയോ ആണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഫെബ്രുവരി 28-ന് നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ പിതാവ് അലി ഖമേനി കൊല്ലപ്പെട്ടതേ തുടർന്നാണ് 56-കാരനായ മൊജ്തബ അധികാരമേറ്റത്. എന്നാൽ സ്ഥാനമേറ്റ ശേഷം അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വലിയ തോതിലുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് തെളിയിക്കാൻ ലക്ഷ്യമിട്ട് പുതിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. അറബി ഭാഷയിൽ മതപഠനം നടത്തുന്ന മൊജ്തബ ഖമേനിയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ എപ്പോൾ ചിത്രീകരിച്ചതാണെന്ന് വ്യക്തമാക്കാൻ ഇറാനിയൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. ഇത് പഴയ വീഡിയോ ആണെന്ന സംശയം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. നേരത്തെ നടന്ന ആക്രമണത്തിൽ മൊജ്തബയുടെ കാലിന് പരിക്കേറ്റതായും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും കൊല്ലപ്പെട്ടതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം കോമയിലാണെന്നും ചികിത്സയിലായി റഷ്യയിലെ മോസ്കോയിലാണെന്നും തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ മൊജ്തബ ഖമേനിയുടെ ആരോഗ്യസ്ഥിതിയിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ലെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരക്ഷാ മേധാവി അലി ലാരിചാനിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് മൊജ്തബയുടെ പേരിൽ സന്ദേശം പുറത്തു വന്നിരുന്നു. ശത്രുക്കൾ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇസ്രയേലിന് നേരെയും ഇറാന്റെ പ്രത്യാക്രമണം ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മൊജ്തബയുടെ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു: ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട്. ഇതൊരു വാക്കു മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മുഴുവൻ ആത്മാഭിമാനവും പ്രതികാരവും ഒത്ത് പൊട്ടിത്തെറിക്കുന്ന ശബ്ദമാണ്. പശ്ചിമേഷ്യയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഈ മുന്നറിയിപ്പ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല. ഇത് ഒരു പ്രഖ്യാപനമാണ്, ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. തകർന്നാലും തല കുനിക്കാത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും നിലപാട് മാറ്റാത്ത ഒരു രാജ്യം, അതാണ് ഇറാൻ. ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് ആ രാജ്യത്തിന്റെ അടുത്ത നീക്കമാണ്. ഇറാന്റെ ദേശീയ സുരക്ഷാ തന്ത്രങ്ങളുടെ പ്രധാന ശില്പിയും മുൻ പാർലമെന്റ് സ്പീക്കറുമായിരുന്ന അലി ലാരിചാനിയുടെ വധം ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, ഇറാന്റെ വിദേശ നയങ്ങളും ആണവ ചർച്ചകളും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകം ഇറാൻ ഒരു വ്യക്തിപരമായ നഷ്ടമായി മാത്രം കാണുന്നില്ല, അത് അവരുടെ ദേശീയ സുരക്ഷയ്ക്കെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയായി കാണുന്നു. ഫെബ്രുവരി അവസാനം മുതൽ ഇറാൻ നേരിട്ട ഏറ്റവും വലിയ ആഘാതമാണിത്. എന്നാൽ ചരിത്രം കാണിച്ചു തരുന്നത് ഇറാൻ ഇത്തരം ആക്രമണങ്ങളിൽ തളരുന്ന രാജ്യമല്ലെന്നാണ്. 1979-ലെ ഇസ്ലാമിക് വിപ്ലവം മുതൽ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും രഹസ്യാക്രമണങ്ങളും വരെ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടും ഇറാൻ നിലകൊണ്ടിട്ടുണ്ട്. ഈ ദീർഘകാല പ്രതിരോധ മനോഭാവമാണ് ഇന്നും രാജ്യത്തിന്റെ ശക്തി. ലാരിചാനിയുടെ നഷ്ടം പോലും ഈ രാജ്യം ദുർബലമാകുന്നില്ല, മറിച്ച് കൂടുതൽ ഉറച്ച പ്രതികരണത്തിലേക്ക് നയിക്കുന്നുവെന്നായിരുന്നു പറഞ്ഞത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.